വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുജൂഹുൻ യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വവുജൂഹുൻ യൗമഇദിൻ ബാസിറ തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫ്ഫതിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. നമുക്ക് അത്രയും നോക്കാം. ഇപ്പോൾ നമ്മൾ 21 വരെ ആയത്തുകളിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആയത്ത് 20-ാമത്തെയും 21-ാമത്തെയും ആയത്ത്, അവിടെ എന്താണ് പറയുന്നത്? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. ഏതൊരു വിഷയത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത്? പരലോകത്തെ പറ്റി, ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇഹലോകത്തെ കലാപത്തെ, അതായത് പ്രേമിക്കുകയും പരലോകത്തെ വെടിയുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഇഹലോകം, ആ ഇഹലോകത്തെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. ക്ഷണികമായത്, അതായത് പെട്ടെന്നെല്ലാം കിട്ടണം. ആജില അല്ലേ? ആജില എന്ന വാക്കിൻ്റെ അർത്ഥം താൽക്കാലിക നേട്ടം, അങ്ങനെ പറയാം. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പെട്ടെന്ന് ലഭിക്കുന്നത്. അജലത്ത് എന്ന് സാധാരണ പറയാറുണ്ട്. അജലത്ത് എന്ന് പറഞ്ഞാൽ ഒരു തിടുക്കം, ഒരു വെപ്രാളം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്ന അതിനെയാണ് നമ്മൾ താൽക്കാലിക നേട്ടം എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൊതിക്കുന്നു. വതദറൂന, നിങ്ങൾ ഉപേക്ഷിക്കുന്നു, വിട്ടുകളയുന്നു, അൽ ആഖിറ, പരലോകത്തെ. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതാണ്. അതിപ്പോൾ സത്യവിശ്വാസികളാണെങ്കിലും സത്യനിഷേധികളാണെങ്കിലും ഈ ഒരു പ്രകൃതം നമുക്കുണ്ട്. യഥാർത്ഥ വിശ്വാസികൾക്ക് അങ്ങനെ ഉണ്ടാവുകയില്ല. വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ക്ഷണികമായതിനെ നമ്മൾ സ്വീകരിക്കുന്നു, എന്നാൽ പരലോകത്തെ നമ്മൾ വിട്ടുകളയുന്നു. നോക്കാം, അതിൻ്റെ ബാക്കി നോക്കാം. വുജൂഹ് യൗമഇദിൻ നാളിറ. വുജൂഹ് അർത്ഥം അറിയാമല്ലോ. വുജൂഹ്, വജ്ഹ്, അതിൻ്റെ ബഹുവചനമാണ് വുജൂഹ്. വുജൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥം മുഖങ്ങൾ എന്നാണ്. വജ്ഹ് എന്ന് പറയുമ്പോൾ മുഖം, അതിൻ്റെ ബഹുവചനമാണ് വുജൂഹ്, മുഖങ്ങൾ. അവിടെ മുഖങ്ങൾ എന്ന അർത്ഥം ഉണ്ടെങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം ചില മുഖങ്ങൾ എന്നാണ്. ചില മുഖങ്ങൾ, എല്ലാ മുഖങ്ങളും അല്ല, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്നേ ദിവസം. നാളിറ, നാളിറ എന്ന് പറഞ്ഞാൽ പ്രസന്നമായത്. പ്രസന്നമാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല ഒരു തിളക്കം ആ മുഖത്തുണ്ടായിരിക്കും, ഒരു ചെറിയ പുഞ്ചിരി ആ മുഖത്തുണ്ടായിരിക്കും. സന്തോഷത്തിൻ്റെ ഒരു പ്രസന്നത. നമുക്ക് ഒരു മനുഷ്യൻ്റെ എല്ലാ സംഗതികളും അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാൻ കഴിയും. മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പം നാളിറ,
അപ്പോൾ അതിൻ്റെ ആ മുഖത്തൊരു നല്ല പ്രസന്നതയുണ്ടാവും. അപ്പോൾ ചില മുഖങ്ങൾ അന്നേ ദിവസം പ്രസന്നമായിരിക്കും, ചില മുഖങ്ങൾ അന്നേ ദിവസം പ്രസന്നമായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്കി നോക്കാം, ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഇല റബ്ബിഹ നാളിറ, ഇല റബ്ബിഹ തൻ്റെ നാഥനിലേക്ക്. ഇല എന്ന വാക്കിൻ്റെ അർത്ഥം ലേക്ക് എന്നാണ്, ടു. ഇല റബ്ബിഹ എന്ന് പറയുമ്പോൾ തൻ്റെ നാഥനിലേക്ക്. നാളിറ, നാളിറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. തൻ്റെ നാഥനിലേക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നാളിറ എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കുന്നത് എന്നാണ്. അപ്പോൾ ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതമായിരിക്കും, അവയുടെ രക്ഷിതാവിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ഈ രണ്ടായത്തിൻ്റെയും അർത്ഥം. അപ്പോൾ സന്തോഷത്താൽ പ്രശോഭിതമായിരിക്കും. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം അവർ വിശ്വസിച്ചിരുന്ന പരലോകം അവർ സങ്കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ കൺമുന്നിൽ പ്രത്യക്ഷമാകുന്നു. ഏതു പരലോകത്ത് വിശ്വസിച്ചതിൻ്റെ പേരിലാണോ അവർ ആക്ഷേപിക്കപ്പെട്ടത്, ഏത് പരലോകത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിലാണോ അവർക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ആ പരലോകം കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ തങ്ങൾ അവലംബിച്ച വീക്ഷണം, തങ്ങൾ വിശ്വസിച്ചത്, അതിനുവേണ്ടി തങ്ങൾ സഹിച്ച കഷ്ടനഷ്ടങ്ങൾ, അപ്പോൾ ആ വിശ്വാസം ശരിയാണ് എന്ന് കൺമുന്നിൽ ബോധ്യമാകുമ്പോൾ, ആ ബോധ്യമാകലാണ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുഖത്തിൻ്റെ ഭാവമാണ് ഇവിടെ പറഞ്ഞ പ്രസന്നത. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നത് അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പല ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്നത് നമുക്ക് പാരത്രിക വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. സത്യനിഷേധികളാകട്ടെ അവർ കൂത്താടി ജീവിക്കുകയാണ്. അവർക്ക് ഹലാല് ഹറാമുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പാരത്രിക ലോകത്തിൽ വിശ്വസിക്കുന്ന, അള്ളാനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിൽ ലിമിറ്റുകൾ വയ്ക്കുകയാണ്, അതിർവരമ്പുകൾ. ഒരുപാട് ആഗ്രഹങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നു. അവൻ്റെ ഒറ്റ ലക്ഷ്യമാണ് പരലോകം. അവിടെ തനിക്ക് വിജയിക്കണം എന്നതാണ് അവൻ്റെ ലക്ഷ്യം. ഈ പാരത്രിക ലോകത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ. എന്തിനാണ് ഇങ്ങനെ പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നത്? എന്നോ കിട്ടാൻ പോകുന്ന ഒരു സ്വർഗത്തിനു വേണ്ടി ഇപ്പോഴത്തെ ഈ ലോകം, ഈ ജീവിതം നശിപ്പിക്കണോ? ഇങ്ങനെ ഒരുപാട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ സഹിച്ചു. അവസാനം കൺമുന്നിൽ പരലോകം എത്തി നിൽക്കുന്നു. നമ്മൾ വിശ്വസിച്ചത് സത്യമാണെന്ന് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അടയാളമാണ് മുഖത്ത് കാണുന്ന പ്രസന്നത. ശരി. പിന്നെ പറഞ്ഞത് അവരിങ്ങനെ നാഥനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. രണ്ടാമത്തെ അല്ലേ, അവയുടെ രക്ഷിതാവിനെ നോക്കിക്കൊണ്ടിരിക്കും.
എന്തായിരിക്കും ഈ പറഞ്ഞത്? നമ്മൾ എന്തിനാണ് ഒരാളെ നോക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരാളെ നോക്കുന്നത് നമുക്ക് അയാളിൽ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ്. അയാൾ എന്നെ സഹായിക്കും, അയാളിൽ നിന്ന് എനിക്ക് ഉപകാരങ്ങൾ ലഭിക്കും, അയാളുടെ തീരുമാനത്തെ നമ്മൾ കാത്തിരിക്കും, അദ്ദേഹം എനിക്കെന്താണ് ചെയ്തു തരിക എന്ന് ഞാനിങ്ങനെ കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞതും. ഞങ്ങൾ ദുനിയാവിൽ വച്ച് പണിയെടുത്തതിൻ്റെ പ്രതിഫലം, ആ പ്രതിഫലം അള്ളാഹു എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക? അള്ളാഹു എപ്പോഴായിരിക്കും നൽകുക? ആ പ്രതീക്ഷയോടെ തൻ്റെ നാഥനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഒരുപാട് നിവേദന പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ആദരണീയരായ ദൈവദാസന്മാർക്ക് അഥവാ യഥാർത്ഥ വിശ്വാസികൾക്ക് അവരുടെ നാഥനെ ദർശിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നേരിൽ കാണും. ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നൽകണോ? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ സത്യവിശ്വാസികൾ പറയും, നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രശോഭിതമാക്കിയില്ലേ? നീ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തുകയും നരകമുക്തരാക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അള്ളാഹു ആ മറ മാറ്റിയിട്ട് അവരുടെ അടുക്കലേക്ക് പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തങ്ങളുടെ റബ്ബിൻ്റെ ദർശനത്താൽ ഞങ്ങളിപ്പോൾ മഹനീയരായി മാറിയിരിക്കുന്നു. അതായത് റബ്ബിനെ കാണുക എന്നതാണ് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്തുണ്ട്. നിങ്ങളുടെ കൈവശം ഖുർആൻ ഉണ്ടെങ്കിൽ എടുക്കാം. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സച്ചരിതരായവർക്ക് അഥവാ സൽക്കർമ്മം ചെയ്ത യഥാർത്ഥ സ്വാലിഹീങ്ങളായ യഥാർത്ഥ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽഫലം നൽകും. അവർക്ക് വേണ്ട ആ പുണ്യം അല്ലാഹു നൽകും. എന്നിട്ട് അവിടെ ചേർത്ത് പറയുന്നു, അവർക്ക് അതിൽ കൂടുതലും നൽകും. അപ്പോൾ അവിടെ അതിൽ കൂടുതലും നൽകും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ചു, എന്താണ് റസൂലേ, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു നൽകും, പക്ഷേ അതിൽ കൂടുതലും നൽകും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താണ് അതിൽ കൂടുതലും നൽകും എന്നതിൻ്റെ അർത്ഥം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ദർശിക്കും, റബ്ബിനെ കാണും. റബ്ബിനെ കാണുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വിശ്വാസിയുടെ. ദൈവത്തെ ഒന്ന് കാണുക. എത്ര കാലമായി ആ ദൈവത്തെ, അള്ളാഹുവിനെ കാണാതെ രഹസ്യമായിട്ട് ആ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിച്ച് ആരാധിക്കുന്നു. തൻ്റെ ഒരു ആയുസ് മുഴുവൻ ആ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയാണ് ജീവിച്ചത്.
ആ റബ്ബിനെ ഒന്ന് നേർക്ക് നേരെ കാണുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അവന് സ്വർഗം കിട്ടുന്നതിനേക്കാൾ, സ്വർഗീയമായ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതിനേക്കാൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ റബ്ബിനെ നേർക്ക് നേരെ ഒന്ന് കാണുക എന്നതാണ്. ആ റബ്ബിനെ കണ്ടു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഇലാ റബ്ബിഹ നാളിറ. കാരണം തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുന്നു. റബ്ബിനെ കണ്ടിട്ട് കൊതി മാറുന്നില്ല. ആ റബ്ബിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അവന് വേണ്ട, ആ റബ്ബിനെ കണ്ടുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഉംറയ്ക്ക് പോയ ആളുകൾക്ക് അനുഭവം ഉണ്ടാകും. കഅബാലയത്തെ ഒന്ന് കാണുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ കഅബാലയത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ കഅബയിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അതിനെ കണ്ടുകൊണ്ടിരിക്കുക. കാണാൻ വലിയ ഭംഗിയൊന്നും കഅബയ്ക്കില്ല, എന്നാലും അള്ളാഹുവിൻ്റെ വീടാണല്ലോ. അതിലേക്കിങ്ങനെ നോക്കിയിരിക്കുക എന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പം അതാണ് ഇലാ റബ്ബിഹ നാളിറ എന്നതിൻ്റെ അർത്ഥം. കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്കത് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്, അല്ലേ? ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതമായിരിക്കും. പ്രശോഭിതമാകാൻ ന്യായമായ കാരണമുണ്ടല്ലോ. ഞാനത് പറഞ്ഞു ആദ്യം. എത്ര പരിഹാസം കേട്ടു, എത്ര പേര് കളിയാക്കി, ജീവിതത്തിൽ എന്തെല്ലാം ത്യജിച്ചു ഈ പരലോകത്തിന് വേണ്ടി, എന്തൊക്കെ സഹിച്ചു, എത്രമാത്രം ക്ഷമ അവലംബിച്ചു. പക്ഷെ എന്നാലും ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് പരലോകം, അങ്ങനെയൊന്നും ഉണ്ടോ, അതൊക്കെ സത്യമാണോ, മരിച്ചു മണ്ണടിഞ്ഞാൽ അതോടെ അവസാനിക്കുകയല്ലേ. എന്നാലും പിടിച്ചു നിന്നു, പരലോകം ഉണ്ട് എന്നുറച്ച് വിശ്വസിച്ചു. ലാസ്റ്റ് ഇപ്പം അത് നേർക്ക് നേരെ കണ്ടപ്പോൾ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നത, സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ഒരു പ്രസന്നതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ പ്രസന്നത. രണ്ടാമത് പറഞ്ഞ ആയത്ത് റബ്ബിനെ കാണുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭൂതിയാണ്, കണ്ണെടുക്കാനേ പറ്റുന്നില്ല. ഇലാ റബ്ബിഹ നാളിറ. ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്കിനി അടുത്ത ആയത്തിലേക്ക് വരാം. വുജൂഹു യൗമഇദിൻ ബാസിറ തളുന്നു അൻ യുഫഅല ബിഹാ ഫാഖിറ കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ്. നോക്കാം, നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഉജൂഹ് യൗമ ഇതിൻ, ചില മുഖങ്ങൾ. അവിടെ ഉജൂഹ് നേരത്തെ വന്ന വാക്കാണ്. അപ്പോൾ ഉജൂഹ് എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ. അപ്പോൾ ചില മുഖങ്ങൾ. യൗമ ഇതിൻ, അന്നേ ദിവസം. ബാസിറ എന്ന് വന്നിരിക്കുന്നത്. നേരത്തെ വന്നത് നാളിറയായിരുന്നു. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാസിറ. ബാസിറ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത് ഇരുണ്ടത് എന്നാണ്. നോക്കുമ്പോൾ ഒരു പ്രസന്നതയില്ല, കരുവാളിച്ച മുഖം, കറുത്ത് ഇരുണ്ടത്. അപ്പോൾ നാളിറ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ബാസിറ, കറുത്ത് ഇരുണ്ടത്. അപ്പോൾ ചില മുഖങ്ങൾ അന്ന് കറുത്തിരുണ്ടതായിരിക്കും. തളുന്നു, അവ വിചാരിക്കുന്നു, അവൻ അറിയുന്നു. ഐ യുഫഅല ബിഹാ ഫാഖിറ. നമുക്കത് ഒന്നിച്ച അർത്ഥം പറയാൻ നല്ലത്, അപ്പോഴത് ശരിയാവുള്ളൂ. അത് ഓരോ വാക്കർത്ഥം പറഞ്ഞാൽ കറക്റ്റാവില്ല.
അപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം ചില മുഖങ്ങൾ അന്ന് കറുത്തിരുണ്ടത് എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു ആശയാർത്ഥം പറയുമ്പോൾ വിഷാദം, ദുഃഖം, വിഷാദഭരിതമായിരിക്കും. തളുന്നു, അത് വിചാരിക്കുന്നു, അതായത് ആ ആളുകൾ വിചാരിക്കുന്നു, അയ്യുഫാല ബിഹ ഫാഖിറ, നട്ടെല്ല് ഒടിക്കാൻ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നത് മനസ്സിലാക്കുന്നു. ഈ നട്ടെല്ല് ഒടിക്കുക എന്ന വാക്കൊന്നും അവിടെ ഇല്ല, അതൊരു ആശയാർത്ഥത്തിൽ വന്നതാണ്. യുഫഅല എന്ന വാക്കാണ്. യുഫഅല എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കപ്പെടുമെന്ന്. ബിഹ, അവയിൽ, ഫാഖിറ എന്ന് പറഞ്ഞാൽ വൻ വിപത്ത്. ആ ഫാഖിറ എന്ന വാക്കിനാണ് നട്ടെല്ലൊടിക്കപ്പെടുന്ന എന്ന വ്യാഖ്യാനം കൊടുത്തത്. ഇതൊരു നമ്മുടെ നാട്ടിലേക്കുള്ള പ്രയോഗമാണ്. എന്താണ്? നട്ടെല്ല് ഒടിക്കാൻ പോകുന്ന വൻ വിപത്ത് വരാൻ പോകുന്നു എന്നത് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആശയം ഇപ്പം കഴിഞ്ഞ ആയത്തുകളിൽ വന്ന ആശയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം ചില മുഖങ്ങൾ അന്ന് കറുത്തിരുണ്ടവയാണ്, അല്ലെങ്കിൽ വിഷാദഭരിതമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലായല്ലോ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താ? ഒരു സംഗതി ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാക്സിമം തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും അക്രമിയും തോന്നിവാസിയുമായിട്ട് ജീവിക്കുകയും അവസാനം അവൻ നിഷേധിച്ച സംഗതി ഒരു സത്യമായിട്ട് പുലരുകയും ചെയ്താൽ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്നെ അവൻ്റെ മുഖത്ത് എന്തായിരിക്കും കാണുക? അങ്ങനെ വിശ്വസിച്ചവരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ച മുസ്ലിങ്ങളെ, മുഅ്മിനീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയും പണിയെടുത്തു. അങ്ങനെയുള്ള വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അങ്ങനെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിനെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി അവൻ്റെ ജീവിതം മാറ്റിവെച്ചു. പക്ഷേ അവസാനം അവൻ ഏതൊന്നിനെയാണോ തള്ളിപ്പറഞ്ഞത് അതിനെ നേർക്ക് നേരെ കാണുന്നു. കാണുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ മാനസികാവസ്ഥയാണ് അവൻ്റെ മുഖത്ത് പ്രകടമാകുന്ന ബാസിറ, വിഷാദം, അല്ലെങ്കിൽ കറുത്തിരുണ്ടത്. രണ്ടാമത് പറഞ്ഞ ആയത്ത് തളുന്നു ഐ യുഫഅല ബിഹ ഫാഖിറ, നട്ടെല്ല് തല്ലി ഒടിക്കാൻ പോകുന്ന ദുരനുഭവങ്ങൾ തങ്ങൾക്കുണ്ടാകാൻ പോകുന്നു എന്ന് അത് മനസ്സിലാക്കുന്നു. വല്ലാത്തൊരു പ്രയോഗമാണത്. രക്ഷയില്ല. കാരണം അവർക്ക് അപ്പം തന്നെ മനസ്സിലായി ഇനി വരാൻ പോണത് നട്ടെല്ല് ഒടിയാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? കനത്ത ശിക്ഷ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് അവർക്ക് സ്വയം മനസ്സിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന പരലോകത്തെ സംബന്ധിച്ച് മുൻകൂട്ടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. വരാൻ പോകുന്ന പരലോകം, അവിടെ നിഷേധികളും വിശ്വാസികളും ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. നിങ്ങൾക്കത് മനസ്സിലായോ? 2-3 ആയത്ത്, ഈ 4 ആയത്ത് ക്ലിയറായോ? ക്ലിയറായെങ്കിൽ നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഓക്കെ ഇൻഷാല്ലാ. നമുക്ക് ഇനി അതൊന്ന് പാരായണം ചെയ്യാൻ പഠിക്കാം. ഇപ്പോൾ എടുക്കാൻ പോണ ആയത്ത്, നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ 26-ാമത്തെയും 27-ാമത്തെയും ആയത്ത്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. അവിടെ ആ വഖീല മൻ, അതിൻ്റെ മുകളിലൊരു സീൻ നിങ്ങൾ കണ്ടോ? ഓക്കെ.
അപ്പോൾ അവിടത്തെ തജ്വീദ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അവിടെ നിർത്തിയിട്ട് ശ്വാസം വിടാതെ അടുത്ത ആയത്ത് ഓതുക, അടുത്ത ഭാഗം ഓതുക എന്നതാണ്. അപ്പോൾ തറാഖിയ അവിടെ വേണമെങ്കിൽ നിർത്താം, പക്ഷെ അവിടെ നിർത്താതിരിക്കലാണ് ഏറ്റവും നല്ലത്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. വഖീല മൻ അവിടെ നിർത്തണം, നിർത്തിയിട്ട് നമ്മൾ ശ്വാസം എടുക്കാനോ വിടാനോ പാടില്ല. എന്നിട്ട് അവിടെ റാഖ്. ഇത് നിർബന്ധമായൊരു സംഗതിയല്ല, പക്ഷേ അത് ചെയ്യണം എല്ലാവരും. ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ഓതാവുള്ളൂ. ഇപ്പോൾ പ്രായമായി അല്ലെങ്കിൽ രോഗങ്ങൾ അങ്ങനെ പ്രയാസമുള്ളവർക്കൊന്നും അങ്ങനെ വേണമെന്നില്ല, പക്ഷേ അല്ലാത്തവർ നിർബന്ധമായിട്ടും ഇങ്ങനെ തന്നെ ഓതാൻ ശീലിക്കണം ഇൻഷാ അല്ലാഹ്. നോക്കാം എന്താ അർത്ഥം നോക്കാം. കല്ല, കല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരിക്കലുമല്ല, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് കല്ല. അതെ, മുകളിൽ പ്രസ്താവിച്ചതിനോട്, അതായത് നിങ്ങൾ മരിച്ച് നശിച്ചു പോവുകയാണെന്നും നിങ്ങളുടെ റബ്ബിൻ്റെ സമക്ഷം മടങ്ങി വരേണ്ടതില്ലെന്നുമുള്ള നിങ്ങളുടെ വിചാരം തെറ്റാണ്. ഇതാണ് ആ കല്ലയുടെ ആശയം. ഇവിടെ കല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല എന്നതിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ ഒരു ആശയം എന്താ? മരിച്ചിട്ട് നശിച്ചു പോവുകയാണ്, റബ്ബിൻ്റെ സമക്ഷം അഥവാ റബ്ബിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരികയില്ല എന്ന നിങ്ങളുടെ വിചാരം തെറ്റാണ്. അത്രയും അർത്ഥം കല്ല എന്ന വാക്കിനുണ്ട്. അപ്പം നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ വിശ്വാസം ഇതെല്ലാം തെറ്റാണ്. നിങ്ങളുടെ വിശ്വാസം എന്താ? മരിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോയി, റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം തെറ്റാണ്. പിന്നെ പറയുന്നത് ഇതാ ബലഗത്തി. ബലഗ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നാണ്. ബലഗ. ഇതാ എന്ന് പറയുമ്പോൾ ആയാൽ. അപ്പം ഇതാ ബലഗത്തി എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നാൽ. എത്തിച്ചേർന്നാൽ ഇതാ ബലഗത്തി. അത്തറാഖിയ. തറാഖിയ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി. തൊണ്ട, ഈ തൊണ്ടയുടെ കുഴി ഭാഗം തറാഖിയ. തൊണ്ടക്കുഴിയിലേക്ക് എത്തി. അപ്പം തൊണ്ടക്കുഴിയിലേക്ക് എത്തിച്ചേർന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊണ്ടക്കുഴിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ജീവൻ തൊണ്ടക്കുഴിയിലേക്ക് എത്തിയെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ കാലിൽ നിന്നാണ് ആത്മാവിനെ പിടിക്കുന്നത്. അങ്ങനെ കാലിൽ നിന്ന് ആത്മാവിനെ പിടിച്ച് അത് തൊണ്ടക്കുഴിയിലേക്ക് എത്തി. അതായത് വേർപിരിയാൻ പോവുകയാണ്, ഈ ദുനിയാവിനെ തൊട്ട് വിട പറയുകയാണ്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. മരണം ആദ്യം സംഭവിക്കുക കാലുകൾക്കാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ മരിച്ചു വന്നത്. അതിപ്പോൾ സയൻസും പറയുന്നുണ്ട്. അങ്ങനെ അത് വന്ന് എവിടെ എത്തി? തറാഖിയ. തറാഖിയ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴി. അവിടെ എത്തി. അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. വഖീല പറയപ്പെടുന്നു. വഖീല പറയപ്പെടുന്നു. മൻ ആരുണ്ട്? ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. മൻ ആരുണ്ട്? അപ്പം അതുകൊണ്ട് അവിടെ നിർത്താൻ പറഞ്ഞത് എന്താ ഈ നിർത്താൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു ജാഗ്രതയാണ്. അതായത് കല്ല ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ, ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ആ ഒരു ഗൗരവം വരണം. അവിടെ ഇപ്പം നമ്മൾ ഒരു എക്സ്പ്രഷൻ, അതായത് ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ ഇതുണ്ടാവണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു സംഗതി പറയുമ്പോൾ ആ പറച്ചിലിൽ, നമ്മുടെ സൗണ്ടിൽ അതുണ്ടാവണ്ടേ. ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ
ആ ദേഷ്യം മുഖത്ത് പ്രകടമാവണ്ടേ. സൗമ്യമായി പറയുമ്പോൾ ആ സൗമ്യത മുഖത്ത് പ്രകടമാവണ്ടേ. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ. അതാണ് ഇവിടെ ഓത്തിൽ നയമായിട്ട് വന്നിരിക്കുന്നത്. വക്കീല മൻ റാഖ്, അങ്ങനെ വരും. അപ്പോൾ മലക്കുകൾ അവൻ്റെ റൂഹിനെ പിടിച്ച് എവിടെ എത്തി? തൊണ്ടക്കുഴിയിലെത്തി. ആ തൊണ്ടക്കുഴിയിലെത്തി കഴിയുമ്പോൾ മലക്കുകൾ ചോദിക്കുകയാണ് മൻ, അവനോട് ചോദിക്കുകയാണ് മൻ, ആരുണ്ട്? റാഖിൻ, റാഖ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മന്ത്രിക്കുന്നവൻ. റാഖ് എന്ന വാക്കിൻ്റെ അർത്ഥം മന്ത്രിക്കുന്നവൻ. ഈ മന്ത്രിച്ചു ഊതാൻ ആരുണ്ടെന്ന്, മന്ത്രിച്ചു ഊതാൻ ആരുണ്ട്? ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ രക്ഷാമന്ത്രം, ഉറുക്ക് എന്നീ അർത്ഥങ്ങളൊക്കെയുള്ള റുഖിയ എന്ന പദം. റുഖിയ അല്ലേ? അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. റുഖിയ, ഈ രക്ഷാമന്ത്രം, ഉറുക്ക്. അപ്പോൾ രോഗിയെ ഇങ്ങനെ പരിചരിക്കുന്ന ആളുകൾ അഥവാ ഡോക്ടേഴ്സ് ഇനി ഇയാളെ രക്ഷിക്കാൻ വല്ല മന്ത്രവാദികളെയും വിളിക്കുക എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതെന്താ? അത് അങ്ങനെ മന്ത്രവാദി ഉണ്ടായിട്ട് പറയുന്ന ഒരു ഭാഷാ പ്രയോഗമാണത്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? ദൈവത്തെ വിളിച്ചു എന്നാണ് പറയുക. പക്ഷെ പണ്ട് കാലത്ത്, ഇപ്പോൾ പ്രവാചകൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഡോക്ടേഴ്സ് പറയുന്നത് എന്തായിരിക്കും? അന്ന് ഡോക്ടർമാർ വേറെ കോലത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഇനി വല്ല മന്ത്രവാദിയെയും വിളിച്ചോ, ഞങ്ങൾക്ക് സാധ്യമല്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നത്തെ ഡോക്ടേഴ്സ് എന്താ പറയുക? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, ഞങ്ങൾക്കിനൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അപ്പോൾ ഡോക്ടർമാർ കൈവെടിഞ്ഞു. അവർ തീവ്രമായി പണിയെടുത്തിട്ട് നടക്കാതെ വന്നു. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് ദൈവത്തെ വിളിച്ചോ എന്ന് പറയും. പക്ഷെ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നൊരു വാക്കാണ് മൻ റാഖ്. റാഖ് മന്ത്രിച്ചൂതുന്ന, അല്ലെങ്കിൽ വല്ല മന്ത്രവാദി ഉണ്ടോ അവരെ വിളിച്ചോ. അപ്പോൾ രക്ഷിക്കാൻ ആരും ഇല്ലയെന്ന് അതിൻ്റെ അർത്ഥം. തൊണ്ടക്കുഴിയിലെത്തി. അപ്പോൾ ഈ മലക്കുകൾ ചോദിക്കുക ആരുണ്ട് മന്ത്രിച്ചൂതാൻ, നിന്നെ ഇപ്പോൾ രക്ഷിക്കാൻ ആരാ ഉള്ളത്? ഈ മരണത്തെ തൊട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്നൊരു ചോദ്യം. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് എൻ്റെ ബാക്കി. വലന്ന, അവൻ വിചാരിക്കുന്നു. വലന്ന അന്നഹു, തീർച്ചയായും അത്. അൽ ഫിറാഖ്, ഫിറാഖ് എന്ന് പറഞ്ഞാൽ വേർപിരിയൽ. വേർപിരിയൽ, ഫിറാഖ് വേർപിരിയൽ, വേർപാട്. അതായത് ഈ ഇപ്പോൾ എന്നെയാണ് പിടിക്കാൻ വന്നെങ്കിൽ ആത്മാവ്, ഇപ്പോൾ ഇത് എന്നെക്കുറിച്ചെന്ന് പറയുമ്പോൾ ഒരു സത്യനിഷേധിയായിട്ട് ഇവിടുത്തെ ഉദ്ദേശ്യം, സത്യവിശ്വാസിയല്ല. സത്യവിശ്വാസിക്ക് ഇതൊക്കെ അറിയാം. മലക്ക് വരുമ്പോൾ ഓക്കെ റെഡി, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകാനും അള്ളാഹുവിനെ കാണാനും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടാൽ മതി. ഒരു സത്യവിശ്വാസി മരണത്തെ കൊതിക്കുകയാണ്. അവനത് പേടിയല്ല. ഞാൻ ആഗ്രഹിച്ചിരുന്ന പരലോകം, അവിടേക്ക് പോകാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ സത്യനിഷേധിയുടെ കാര്യം ഈ പറഞ്ഞത്, സത്യനിഷേധി എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്തായിരുന്നു? അങ്ങനെ ഒരു പരലോകമില്ല. മരിച്ചാൽ അതോടെ മണ്ണായി. ഇനിയിപ്പോൾ കത്തിച്ച് കളയാണെങ്കിൽ കത്തിച്ച് തീയായിട്ട് ചാരമായിട്ട് പോയി, അതോടെ തീർന്നു, ഇനി ഒന്നുമില്ല. ഇതാണ് സത്യനിഷേധിയുടെ വിശ്വാസം. അവൻ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കാനെയാണ് ഈ മലക്ക് വന്നിട്ട് റൂഹിനെ ഇങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴി അവിടെ എത്തി. തൊണ്ടക്കുഴി എത്തിയപ്പോൾ ചോദിക്കുകയാണ് മൻ റാഖ്, ഇനി മന്ത്രിച്ചൂതാൻ ആരുണ്ട്, അഥവാ രക്ഷിക്കാൻ ആരുണ്ട്?
അപ്പോൾ അവന് മനസ്സിലായി, വലന്ന അവൻ വിചാരിക്കുന്നു, അന്നഹു തീർച്ചയായും അവൻ, അൽ ഫിറാഖ് ഇതൊരു വേർപാടാണ്, ഞാൻ വേർപിരിയുകയാണ്. അതായത് നശിച്ചു പോവുകയല്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ നാശമല്ല, വേർപാടാണ്. ഇത് അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മാതാവ് ഒരു കുട്ടിയെ പ്രസവിക്കുന്നത്, ആ കുട്ടി വിചാരിക്കുകയാണ് ഞാൻ നശിച്ചു പോവുകയാണല്ലോ. പക്ഷെ അല്ലല്ലോ, മറ്റൊരു ലോകത്തേക്ക് അവൻ കടന്നു വരികയാണ്. കണ്ണ് തുറന്നപ്പോൾ മറ്റൊരു ലോകം, മാതാവിൻ്റെ ഗർഭപാത്രം എന്ന കൊച്ചു ലോകത്ത് നിന്ന് കുറച്ചുകൂടി വിശാലമായ മറ്റൊരു ലോകത്തിലേക്ക് ആ കുട്ടി വരുന്നു. ഇതുപോലെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ദുനിയാവിനേക്കാൾ വിശാലമായ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഈ ഫിറാഖ് എന്ന് പറഞ്ഞ വേർപാട്. ഇത് വേർപിരിയുകയാണ്. വൽതഫത്തി ഇൽതഫത്ത്, ഈ ഇങ്ങനെ കൂടിച്ചേരുക എന്നർത്ഥം. ഇൽതഫത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ കെട്ടുപിണയുക എന്നാ വാക്കിൻ്റെ അർത്ഥം. കൂടിച്ചേർന്ന് കെട്ടുപിണയുക, അതാണ് ഇൽതഫത്ത്. വൽതഫത്ത്. അസാഖ്, സാഖ് എന്ന് പറഞ്ഞാൽ കണ്ണങ്കാല്, ബിസാഖ് കണ്ണങ്കാലുമായിട്ട്. അത് മരണത്തിൻ്റെ ആ ഒരു രംഗത്തെ അള്ളാഹു വർണ്ണിച്ചതാണ്. ശരിയാണ്, മരിക്കുന്ന സമയത്ത് പല ആക്ഷൻസൊക്കെ നമുക്കുണ്ടാവും. ചിലപ്പോൾ കണ്ണുകളിങ്ങനെ തുറിച്ചു വരും, വാ തുറന്നു വരും, പല ആക്ഷൻ നമ്മളിങ്ങനെ കാണിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആക്ഷനാണ് അസ്സാഖു ബിസാഖ്, കണ്ണങ്കാല്. കണ്ണങ്കാല് എന്ന് പറയുമ്പോൾ ആ ഞെരിയാണിയുടെ ആ ഭാഗത്തുള്ള ആ ഒരു ഭാഗം അതിങ്ങനെ കെട്ടുപിണയും. അതിങ്ങനെ വൽതഫത്ത് ഇങ്ങനെ കൂടിച്ചേർന്ന് കെട്ടുപിണയും. അത് മരിച്ചു എന്നതിൻ്റെ ഒരു, അതിൻ്റെ ആ ചലനം അവിടെ നിന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ്. ലാസ്റ്റ് നമ്മൾ കാണുന്നത് കാലിൻ്റെ ഒരു ചലിപ്പിക്കലായിരിക്കും, ചിലപ്പോൾ വാ ഒന്ന് തുറക്കലായിരിക്കും. അങ്ങനെ പല ആക്ഷനുണ്ട്. അതിൽപ്പെട്ട ഒരു ആക്ഷനാണിത്. ഇലാ റബ്ബിക യൗമ ഇദിൽ മസാഖ്. ഇലാ റബ്ബിക എന്ന് പറയുമ്പോൾ നിൻ്റെ റബ്ബിലേക്ക്. അതിപ്പോൾ ആരാണെങ്കിലും ശരിയല്ലേ, നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും എത്ര വലിയ സത്യനിഷേധി മരിച്ചാലും എവിടേക്കാണ് പോണത്? റബ്ബിലേക്കാണ്. ആ റബ്ബിലേക്ക് എന്ത് ചെയ്യുന്നു? ഇലാ റബ്ബിക യൗമ ഇദിൽ മസാഖ്, അല്ലേ? ഒരു മിനിറ്റ്, ആയത്ത് മാറിപ്പോയി. ഇലാ റബ്ബിക യൗമ ഇദിൽ, അല്ലേ? ഇലാ റബ്ബിക യൗമ ഇദിൽ, അതെ, യൗമ ഇദിൽ മസാഖ്, അതെ, മസാഖ്. ഇലാ റബ്ബിക നിൻ്റെ റബ്ബിലേക്ക്, യൗമ ഇദിൻ അന്നേ ദിവസം, അൽ മസാഖ് നയിക്കപ്പെടുക. നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ പോവുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കാലുകളൊക്കെ മരവിച്ച് പരസ്പരം ഒട്ടിച്ചേരുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലേശം, ഒരു വിപത്ത് എന്നൊരർത്ഥത്തിലാണ്. രണ്ട് അർത്ഥത്തിലുള്ള ഒരു പ്രയാസം അവിടെ ഉണ്ടായിരിക്കും. ഒന്ന്, ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്നു എന്ന പ്രയാസം. രണ്ട്, പരലോകത്ത് ഒരു കുറ്റവാളിയായിട്ടാണ് പിടിക്കപ്പെടുക എന്ന പ്രയാസം. രണ്ട് പ്രയാസം അവർക്കുണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടാണ് അള്ളാഹു ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. മരണത്തിൻ്റെ സമയത്ത് തിരശ്ശീല മാറ്റപ്പെടുക. തിരശ്ശീല മാറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ മാറ്റപ്പെടുന്നു. നമ്മൾ നിഷേധിച്ച പലതും സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ മറ്റൊരു ലോകത്തെ കാണുന്നു, മലക്കുകളെ കാണുന്നു, ഇന്നേ വരെ കാണാത്ത മലക്കുകളെ കാണുന്നു. അപ്പോൾ
നമുക്കെല്ലാം മനസ്സിലാവുന്നു. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഒരു മിനിറ്റ്. അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ ഫലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല. എന്താ ഇതിൻ്റെ കാരണമെന്നറിയോ? അതിൻ്റെ കാരണമാണ് ഫലാ സ്വദ്ദഖ, അവൻ സത്യം അംഗീകരിച്ചില്ല, വലാ സ്വല്ല, അവൻ നമസ്കരിച്ചില്ല. ഇതാണ് അതിൻ്റെ കാരണം. അവന് പേടി, വെപ്രാളം ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഒന്നാമത്തെ കാരണം സത്യം അംഗീകരിച്ചില്ല. രണ്ടാമത്തെ കാരണം ഫലാ സ്വല്ല, അത് അടിവരയിടണം കേട്ടോ. കാരണം സത്യം അംഗീകരിച്ചാൽ പിന്നെ ഒന്നാമതായിട്ട് അവനിൽ ഉണ്ടാവേണ്ടത് നിസ്കാരമാണ്. ഞാൻ സത്യമൊക്കെ അംഗീകരിച്ചു, ഇനിയിപ്പോൾ എന്തിനാ നിസ്കരിക്കണത് എന്ന് ചിന്തിക്കരുത്. സത്യം അംഗീകരിച്ചാൽ പിന്നെ ഒന്നാമതായിട്ട് വേണ്ടത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സത്യം അംഗീകരിച്ചിട്ടില്ല എന്നാണ്. അത് അടിവരയിടണം. നിസ്കരിച്ചിട്ടില്ല, ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്കതിൽ വിശ്വാസമില്ല എന്നാണ്. ഏതിൽ? പരലോകത്തിൽ. അത് തന്നെ അതിൻ്റെ അർത്ഥം. എന്തൊക്കെ ന്യായം പറഞ്ഞാലും, എനിക്ക് മടിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അയാളുടെ ഉള്ളിൽ ഈ വിശ്വാസം എത്തിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. വിശ്വാസം എത്തിയാൽ എവിടെ പോയാലും നിസ്കരിക്കും, എവിടെ പോയാലും മടി കാണിക്കില്ല. ഏത് പാതിരാത്രിയും എന്തുണ്ടെങ്കിലും നിസ്കരിക്കും. അപ്പം നമ്മുടെ മക്കളെക്കുറിച്ചൊക്കെ നമുക്ക് പരാതിയുണ്ട്, പരിഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല ഈ സംഗതി. ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പം ചികിത്സിക്കേണ്ടത് നിസ്കാരത്തെയല്ല, വിശ്വാസത്തെയാണ്. വിശ്വാസത്തെ തന്നെയാണ്. വിശ്വാസം എത്തിയിട്ടില്ല. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസമാണ് കൊടുക്കേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ തനിയെ ഓട്ടോമാറ്റിക്കായി തന്നെ ചെയ്തോളൂ. അപ്പോൾ സത്യം അംഗീകരിച്ചിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല. അതാണ് വലാ സ്വല്ല. വലാകിൻ, പക്ഷേ, കദ്ദബ, അവൻ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ തള്ളിപ്പറഞ്ഞു. വതവല്ല, അവൻ പിന്തിരിഞ്ഞു. ഇപ്പോൾ 3 പോയിൻ്റായില്ലേ. 1 വിശ്വസിച്ചില്ല, 2 നമസ്കരിച്ചില്ല, 3 കദ്ദബ കളവാക്കി, 4 തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടെ ഇങ്ങനെ അല്ലേ, അബസ വത്തവല്ല അങ്ങനെയുണ്ട്. പിന്നെ വേറെ ഭാഗത്ത് ഉണ്ട് തവല്ല, നേരത്തെ വന്ന വാക്കാണ്. തവല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്തിരിയുക, അഹങ്കാരത്തോടെ പിന്തിരിയുക. സുമ്മ, പിന്നീട്, ദഹബ, അവൻ പോയി, ഇല അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിലേക്ക്. യതമത്വ എന്ന വാക്കിൻ്റെ അർത്ഥം അഹങ്കരിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിലേക്ക് അവൻ പോയി. ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളും അല്ല, അവൻ്റെ കൂട്ടുകാരാണ്. അതായത് ഇസ്ലാമിനെ കളിയാക്കുക, പരിഹസിക്കുക, ആക്ഷേപിക്കുക, ഇതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി അവൻ്റെ കുടുംബത്തിലേക്ക്, അവിടെ അഹ്ല് എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളും അല്ല ഉദ്ദേശിക്കുന്നത്. ഇനി ഭാര്യ മക്കളും ആകാം, അതിനും തെറ്റൊന്നുമില്ല. പക്ഷേ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ സഭക്കാർ, അവൻ്റെ ആളുകൾ, അവരിലേക്ക് അങ്ങോട്ട് ചെന്നു. യതമത്വ, അഹങ്കാരത്തോടെ ചെന്നിട്ട് ഞാൻ ഇന്ന് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞു, ഞാനിന്ന് ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ കളിയാക്കി, ആക്ഷേപിച്ചു എന്നൊക്കെ സന്തോഷത്തോടെ അവരുടെ ഇടയിൽ ഒരു ചർച്ചയും വർത്താനമൊക്കെ നടത്തി. ഇതാണ് അതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണം താഴെ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് പ്രയാസമായാലോ എന്ന് കരുതി എടുക്കുന്നില്ല. തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച ആയത്തുകൾ സത്യനിഷേധികളെ അഭിസംബോധന ചെയ്യുന്ന ആയത്തുകളാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്ന ആയത്തുകളല്ല.
പക്ഷേ നമുക്കതിൽ പാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പാരത്രിക ചിന്ത, പാരത്രിക വിശ്വാസം അടിയുറയ്ക്കണം. അത് അടിയുറച്ചിട്ടില്ലെങ്കിൽ അടിയുറയ്ക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ആ പാരത്രിക ലോകത്തെ ആഗ്രഹിച്ചും കൊതിച്ചും നമ്മൾ വിശ്വസിക്കുന്ന റബ്ബിനെ നേർക്കുനേരെ കാണുവാൻ ആഗ്രഹിച്ചും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചു. പിന്നെ രണ്ടാമത് പഠിച്ചത് അത്തരം വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചാണ്. അത്തരം വിശ്വാസമില്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുക, ഇതാണ് രണ്ടാമത് പഠിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം അവിടെ നിർത്തട്ടെ. നമുക്ക് അടുത്ത 2 ക്ലാസ്സുകൾക്കിടയിൽ ഈ സൂറ നമുക്ക് തീർക്കാം. നല്ല പോലെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനി അടുത്ത ഭാഗത്ത്. ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ആർക്കും ഡൗട്ടൊന്നും ഇല്ല അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഹൈറാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാനും യഥാർത്ഥ വിശ്വാസിയായിട്ട് തന്നെ മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിനെ ദർശിക്കാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു പരലോകത്തെ, ആ സ്വർഗത്തെ നേർക്കുനേരെ കാണുവാനൊക്കെയുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഇതിനെയൊക്കെ മുൻനിർത്തി അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റഹംനാ ബിൽ ഖുർആൻ വജഅൽഹു ലനാ ഹുജ്ജത്തൻ യാ റബ്ബൽ ആലമീൻ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.